ഈ ക്ലാസ്സിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. പ്രൂവ് negation of P distinction Q is equivalent to negation of P conjunction negation of Q. ഇതിനെയാണല്ലോ ഡി മോർഗൻസ് ലോ എന്ന് പറയാം. അപ്പോൾ വെറുതെ വെരിഫൈ ചെയ്യാൻ പ്രൂവ് എന്നേ പറഞ്ഞിട്ടുള്ളവര് ഇപ്പം നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോജിക്സിന്റെ ലോ വെച്ചിട്ട് ചെയ്യാം. നമുക്കിത് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം എക്സാമിനായാലും വെറുതെ പ്രൂവ് ചെയ്യാനാണെങ്കിൽ ഇക്വലൻസ് പ്രൂവ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ ബൈ യൂസിങ് ലോസ് ഓഫ് ലോജിക് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ലോസ് വെച്ചിട്ട് ചെയ്യണം. ലോസ് വെച്ചിട്ട് ചെയ്യുന്നത് നമുക്ക് താഴെ പ്രോബ്ലംസിൽ കാണാം. ഇപ്പം നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്യാം. പി ക്യൂ രണ്ടെണ്ണമാണ് ഉള്ളത്. അപ്പോൾ ടി 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 എഫ് എഫ് ടി എഫ് ഓഫ് ഇതാണ് നമ്മുടെ പോസിബിലിറ്റീസ്. ദെൻ പി ഡിസ്റ്റിങ്ഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ പിയും ക്യൂവിൻ്റെയും ഡിസ്റ്റിങ്ഷൻ എടുക്കുമ്പോൾ എന്താ പ്രത്യേകത? ഫോൾസ് വന്നാൽ മാത്രം രണ്ടും ഫോൾസ് വന്നാൽ മാത്രം ഫോൾസ്, ബാക്കിയെല്ലാം ട്രൂ. ആ അർത്ഥത്തിൽ ഇത് ട്രൂ ട്രൂ ട്രൂ, ഇത് മാത്രം ഫോൾസ്. നെഗേഷൻ ഓഫ് പി ഡിസ്റ്റിങ്ഷൻ ക്യൂ, നെഗേഷൻ എടുക്കുമ്പോൾ എന്തുണ്ടാവുക? എല്ലാതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. ഇപ്പോൾ ടി ഫോൾസ് ആവും, ടി ഫോൾസ് ആവും, ഈ ടി ഫോൾസ് ആവും, ഈ ഫോൾസ് ട്രൂ ആവും. ദെൻ നെഗേഷൻ ഓഫ് പി, പിയുടെ നെഗേഷൻ, പിയിൽ നമ്മളിവിടെ കണ്ടു കാണും ടി ടി എഫ് എഫ്, അതോടെ എത്തിയപ്പോൾ എഫ് എഫ് ടി ടി ആയിട്ട് മാറി, എഫ് എഫ് ടി ടി ആയിട്ട് മാറി. ദെൻ നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിൽ എന്തൊക്കെയായിരുന്നു? ടി എഫ് ആണ്, അതോടെ എത്തിയപ്പോൾ എഫ് ടി ആയി. ദെൻ നെഗേഷൻ പി കൺജങ്ഷൻ നെഗേഷൻ ക്യൂ, ഈ രണ്ടെണ്ണത്തിന്റെ കൺജങ്ഷൻ എടുക്കുമ്പോൾ കൺജങ്ഷൻ ആകുമ്പോൾ എന്ത് പ്രത്യേകത? സെയിം വന്നാൽ മാത്രം കൺജങ്ഷൻ ആകുമ്പോൾ രണ്ടും ട്രൂ വന്നാൽ മാത്രം ട്രൂ, ബാക്കിയെല്ലാം ഫോൾസ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് മാത്രമാണ് രണ്ടും ട്രൂ വരുന്നത്, ബാക്കിയെല്ലാം ട്രൂ ഫോൾസ് മാറി വരാൻ ഇതൊക്കെ ഫോൾസ് ആണ്. ഇനി നമ്മൾ നോക്കുക, ഈ ടേബിളും കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും താഴേക്ക് എഫ് 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 ടി എഫ് 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 ടി രണ്ടും ഈക്വലായിട്ടുള്ളത് എന്താണ്? equivalent ആണ്. Then let P be the statement that Tom likes mathematics. Q, Tom likes computer science. Write negation of P distinction Q. Negation of P distinction Q ഏതാണെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഇതെന്ന് പറഞ്ഞാൽ ഡി മോർഗൻസ് ലോ ആണെന്ന് മനസ്സിലാക്കണം. ബൈ ഡി മോർഗൻസ് ലോ, negation of P distinction Q is equivalent to negation of P conjunction negation of Q. അപ്പോൾ negation of P conjunction negation of Q എങ്ങനെ എഴുതും? negation of P എന്ന് പറഞ്ഞാൽ P Tom likes mathematics ആണെങ്കിൽ negation of P Tom does not like mathematics. Then conjunction വന്നതുകൊണ്ട് and വെച്ചു. Then negation of Q എന്ന് പറയുന്നത് Tom likes computer science. Negation of Q means Tom doesn't like computer science. അപ്പോൾ negation of P conjunction negation of Q means Tom doesn't like mathematics and Tom doesn't like computer science. ഇതിലെ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റിന്റെ ഗ്രാമറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. നെഗേഷൻ വെക്കുമ്പോൾ നോട്ട്, ഡസ് നോട്ട്, അത് മാത്രം ആലോചിച്ചാൽ മതി. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഓർത്താൽ മതി. പിന്നെ കൺജങ്ഷൻ ആയതുകൊണ്ട് ആൻഡ് എന്നും വെക്കണം എന്ന് മാത്രം. ഇത് മാത്രം നമ്മൾ ഓർക്കേണ്ടതുള്ളൂ. Fourth question, give the truth values of P for the following cases. First one, P equivalent to Q and Q is not true. P equivalent to Q എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം P യും Q equivalent ആണ് എന്നതാണ്. P എന്താണോ അത് തന്നെയാണ് Q, Q എന്താണോ അത് തന്നെയാണ് P. തന്നിട്ടുണ്ട് Q is not true.
Q നോട്ട് ട്രൂ ആണെന്ന് പറഞ്ഞാൽ Q false എന്നർത്ഥം. Q എന്താണോ അത് തന്നെയാണ് P. അപ്പോൾ P എന്തായിരിക്കണം? P യും false ആയിരിക്കണം. Next, P equivalent to Q and Q equivalent to R and R is true. P യും Q യും ഈക്വൽ ആണ്. ഈ Q ഉം R ഉം ഈക്വൽ ആണ്. അപ്പോൾ P യും R ഉം ഈക്വൽ ആണ്. R ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് P എന്തായിരിക്കണം? P യും ട്രൂ ആയിരിക്കണം. Then verify the following. First one, negation of P is equal to P. ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരുന്ന നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യം negation of P is equal to true എന്നുള്ളത് ട്രൂത്ത് ടേബിൾ ഇതിന് മുമ്പ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. Then P disjunction P is equivalent to P എന്ന് നോക്കാം. അപ്പോൾ എന്ത് വേണം? P വെച്ചു, P disjunction P വെച്ചു, P ഒറ്റണായതുകൊണ്ട് T യും F ഉം, P disjunction Q വന്നപ്പോൾ ട്രൂത്ത് ടേബിൾ പ്രകാരം ഇത് ട്രൂ, ഇത് ഫോൾസ്. അപ്പോൾ ഈ കോളവും സെയിം ആയതുകൊണ്ട് P disjunction Q is equivalent to P എന്ന് കിട്ടി.